കുട്ടിക്കാനം മെരിയൻ കോളേജിൽ BBAയുടെ ആദ്യ സെമസ്റ്റർ റിസൾട്ട് കയ്യിൽ പിടിച്ച് നിരാശനായിരിക്കുകയാണ് ആ 20-കാരൻ. റിസൾട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവനറിയാം. പഠനമോ അങ്ങനെയൊരു ജോലിയോ അല്ല തനിക്ക് വേണ്ടത്. ഇനിയും വൈകിയിട്ടില്ല. താൻ സിനിമാ നടനാവാൻ വേണ്ടി ജനിച്ചതാണെന്ന് അവൻ അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നു. BBA പൂർത്തിയാക്കി നേരെ സിനിമയിലേക്കെന്ന് ഉറപ്പിച്ചു. മകൻ MBAക്ക് പോകുമെന്ന് കരുതിയിരിക്കുന്ന അച്ഛനോട് അവൻ തെല്ല് ഭയത്തോടെ അത് അവതരിപ്പിക്കുകയും ചെയ്തു. ആ അച്ഛൻ്റെ ദേഷ്യത്തിന് കണക്കുണ്ടായിരുന്നില്ല. വർഷങ്ങൾ അതിവേഗത്തിൽ ഓടിപ്പോയി. അവൻ സ്വപ്നം കണ്ടെടുത്ത് തന്നെ എത്തി. ഇതിനിടയിൽ വിജയങ്ങളും പരാജയങ്ങളും അവൻ്റെ കരിയറിൽ മാറി മാറി വന്നു. 16 വർഷങ്ങൾക്ക് ശേഷം മകൻ്റെ സിനിമ കാണാൻ ആ അച്ഛൻ ആദ്യ ദിവസം തിയേറ്ററിലെത്തി. സിനിമയ്ക്ക് ശേഷം നിറഞ്ഞ കണ്ണുകളോടെ അയാൾ അവനെ ചേർത്ത് പിടിച്ചു. ഷോ കഴിഞ്ഞ ശേഷം മാധ്യമപ്രവർത്തകർ തന്നോട് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ അകലെ നിന്ന് ഇതൊക്കെ വീക്ഷിക്കുന്ന അച്ഛനെ അവൻ ഒള്ളി കണ്ണിട്ട് നോക്കി. ഫാൻ ഡയറിയുടെ ഈ താൾ അവനെക്കുറിച്ചാണ്. ഗോഡ് ഫാദർമാരില്ലാതെ സിനിമ സ്വപ്നം കാണുന്നവൻ്റെയും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവൻ്റേത് കൂടിയാണെന്ന് കരിയർ കൊണ്ട് തെളിയിച്ച ആസിഫ് അലിയെക്കുറിച്ച്. സ്വാഗതം ഫാൻ ഡയറിയിലേക്ക്. വർഷം 2009. ഫഹദ് ഫാസിൽ തൻ്റെ ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്ത് വൻ പരാജയമായതിനെ തുടർന്ന് അപ്രത്യക്ഷനായിരിക്കുന്ന കാലം. ദുൽഖർ സൽമാനെയോ നിവിൻ പോളിയെയോ ടൊവിനോ തോമസിനെയോ മലയാളം അപ്പോൾ കണ്ടെത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പൃഥ്വിരാജ് സുകുമാരൻ വല്ലപ്പോഴും മാത്രം വന്ന് ഒരു ഹിറ്റുണ്ടാക്കി. ഇന്ദ്രജിത് സുകുമാരന് അർഹിക്കുന്ന വേഷങ്ങൾ ലഭിച്ചിരുന്നില്ല. കുഞ്ചാക്കോ ബോബനാകട്ടെ ഇടവേളയ്ക്ക് ശേഷം കാലുറപ്പിക്കാൻ പാടുപെടുകയായിരുന്നു. ജയസൂര്യയുടെ കാര്യം പറയണ്ടല്ലോ. അതായത് യുവതാരങ്ങളിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കിട്ടാത്ത കാലം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ സഞ്ചാരപഥം അല്പമെങ്കിലും മാറ്റാൻ പര്യാപ്തമായ ഒരു സിനിമ ആ വർഷം ഓഗസ്റ്റിൽ തിയേറ്ററിലെത്തി. ദേശീയ അവാർഡ് ജേതാവ് ശ്യാം പ്രസാദ് പുതുമുഖങ്ങളെ അണിനിരത്തി ഒരുക്കിയ ഋതുവായിരുന്നു അത്. ചിത്രത്തിൻ്റെ പുതുമയോടൊപ്പം അതിലെ അഭിനേതാക്കളുടെ പ്രകടനവും ശ്രദ്ധ നേടി. അതിലെ സണ്ണി ഇമ്മട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ചെറുപ്പക്കാരൻ പിന്നീട് മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായകനായി മാറി. ആസിഫിൻ്റെ കരിയർ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും താഴ്ന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലായിരുന്നു തുടക്കമെങ്കിലും പിന്നീട് ഒറ്റയ്ക്ക് നിന്ന് ഒരു സിനിമ വിജയിപ്പിച്ചെടുക്കാനുള്ള കാലിബറുള്ള നടനായി അതിവേഗമാണ് അയാൾ മാറിയത്. അതിനിടയിൽ അയൽവിട്ടിൽ പയ്യൻ ഇമേജും ഫീൽ ഗുഡ് സിനിമകളിലേക്ക് ഇറക്കി വെക്കാവുന്ന താരശരീരമായും അയാൾ മാറി. 1986 ഫെബ്രുവരി 4 മരവട്ടിക്കൽ വീടിൽ MP ഷൗക്കത്ത് അലിയുടെയും മോളിയുടെയും മൂത്ത മകനായി റാന്നിയിലാണ് ആസിഫിൻ്റെ ജനനം. ഷൗക്കത്ത് അലി തൊടുപുഴയിലെ മുൻ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ജനനം റാന്നിയിലാണെങ്കിലും തൊടുപുഴ കാരിക്കോടാണ് ആസിഫ് വളർന്നത്. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിൽ നിന്നും തൃപ്പുണിത്തറ പുത്തൻകുരിശ് രാജശ്രീ മെമ്മോറിയൽ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുട്ടിക്കാനം മരിയൻ കോളേജിൽ നിന്ന് BBA ബിരുദവും നേടി. സ്കൂൾ പഠനകാലത്ത് തന്നെ സിനിമ നടനാവുന്നത് സ്വപ്നം കണ്ട് നടക്കുന്ന പയ്യനായിരുന്നു അവൻ. കോളേജ് പഠനകാലത്ത് തന്നെ തൻ്റെ സ്വപ്നത്തിന് പിന്നാലെയുള്ള അലച്ചിലായി. അങ്ങനെ മോഡലായും TV ചാനലിൽ അവതാരകനായും പഠനത്തിൻ്റെ ഇടവേളകളിൽ അവൻ സമയം കണ്ടെത്തി. ഇന്ത്യ വിഷൻ ആ സമയത്ത് കത്തി നിൽക്കുന്ന കാലമാണ്. അവർ S എന്ന എൻ്റർടൈൻമെൻറ്റ് ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട്. അതിൽ VJ ആയി ആസിഫ് അലി ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഋതുവിലേക്ക് ആസിഫ് എത്തുന്നത്. BBAയുടെ 1ാം സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ തനിക്ക് പറ്റിയ പണിയല്ല ഇതെന്ന് തിരിച്ചറിവ് ആസിഫിനുണ്ടായിരുന്നു. സിനിമാ മോഹം അങ്ങനെ തലക്ക് പിടിച്ചിരുന്നു അവന്. പക്ഷേ അപ്പോഴും തൻ്റെ ഉള്ളിലെ നടനെ വിശ്വസിച്ച് പൂർണ്ണമായും സിനിമയിലേക്ക് ഇറങ്ങാൻ ആസിഫിന് ധൈര്യം പോരായിരുന്നു. തലക്കുള്ളിലിരുന്ന് നീ സിനിമയ്ക്ക് വേണ്ടി ജനിച്ചതാണെന്ന് ആരോ പറഞ്ഞുകൊണ്ടിരുന്നതായി ആസിഫ് പിന്നീട് പലതവണ പറഞ്ഞിട്ടുണ്ട്. മകൻ MBAക്ക് പോവാതെ സിനിമയ്ക്ക് പിന്നാലെ കൂടിയപ്പോൾ ഷൗക്കത്ത് അലിക്ക് അത് ആദ്യഘട്ടത്തിൽ ഒട്ടും അംഗീകരിക്കാനാകുമായിരുന്നില്ല. ഏറെ പറഞ്ഞു നോക്കിയെങ്കിലും അവൻ തൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറുമായിരുന്നില്ല. പക്ഷേ ഉമ്മ അവനെ വിശ്വസിച്ചു. ഒരു നാൾ അവൻ മലയാളത്തിലെ മുൻനിര നായകനായി വരുമെന്ന് അന്ന് തന്നെ ആ ഉമ്മക്ക് ഉറപ്പായിരുന്നു. മകൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം കട്ടക്ക് ആ ഉമ്മയും കൂടെ നിന്നു. ആ സമയത്താണ് ശ്യാമപ്രസാദ് ഋതുവിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആസിഫ് ആ സമയത്ത് S ഇന്ത്യ വിഷനിൽ വീഡിയോ ജോക്കിയായി ജോലി ചെയ്യുകയായിരുന്നു. സിനിമയിലേക്ക് എത്താനുള്ള ആസിഫിൻ്റെ വഴിയായിരുന്നു അത്. അതിലൂടെ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ആസിഫ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കുക്കു പരമേശ്വരൻ പറഞ്ഞ് ശ്യാമപ്രസാദിൻ്റെ സിനിമയുടെ ഓഡിഷനിൽ ആസിഫ് പങ്കെടുക്കുന്നത്. ഓഡിഷൻ എത്തിയപ്പോൾ തന്നെ ശ്യാമപ്രസാദിന് ആ പയ്യനിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ ഉള്ളിൽ അങ്ങനെ കത്തിയെരിയുന്ന സിനിമ മാത്രമായിരുന്നു അത്. അവസരങ്ങളെ തനിക്ക് അനുകൂലമാക്കുന്നതിന് അവൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഋതുവിൻ്റെ ഷൂട്ടിന് ശേഷം ചിത്രം റിലീസിനായി കാത്തിരിക്കുന്ന സമയത്ത് ആസിഫ് ഒരു അഭിമുഖം നൽകി. അതിലൊരു ചോദ്യത്തിന് ആസിഫ് നൽകിയ ഉത്തരം മനോഹരമായിരുന്നു. സിനിമ സ്വപ്നം കണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുന്നവർക്ക് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് എന്നായിരുന്നു ആ ചോദ്യം. വിജയങ്ങൾക്ക് കുറുക്ക് വഴികളില്ല എന്നായിരുന്നു ആസിഫിൻ്റെ അന്നത്തെ ആ മറുപടി. ബിരുദ പഠനകാലത്ത് തന്നെ ഹിമമഴയിൽ എന്ന ആൽബത്തിലെ ആസിഫ് അലി അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഋതു തിയേറ്ററിലെത്തിയതോടെ ആസിഫിൻ്റെ സിനിമാ ജീവിതം അതിൻ്റെ ട്രാക്കിൽ കയറി.
അങ്ങനെ ഏറെ നാളായി സ്വപ്നം കണ്ട് നടന്നിരുന്ന വെള്ളിത്തിരിയുടെ മായിക വെളിച്ചത്തിലേക്ക് ആസിഫ് അലി എന്ന ചെറുപ്പക്കാരൻ്റെ എൻട്രി സാധ്യമാകുന്നു. മനോഹരമായ പശ്ചാത്തല സംഗീതവും പാട്ടുകളും ഈ സിനിമയെ വേറിട്ട് നിർത്തി. പ്രമേയം കൊണ്ടും അതിൻ്റെ അവതരണ ശൈലി കൊണ്ടും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ചുരുക്കം ചില സിനിമകളിൽ ഒന്നാണ് ഋതു. ചിത്രം ഇറങ്ങിയ ശേഷമാണ് ആസിഫിൻ്റെ വീട്ടുകാർ മകൻ സിനിമയിൽ അഭിനയിച്ച വിവരം തന്നെ അറിയുന്നത്. ഋതുവിന് ശേഷം തനിക്ക് നല്ല ക്യാരക്ടറുകൾ തന്നെ തേടി വരുമെന്ന് ആസിഫിന് ഉറപ്പായിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകൻ സത്യനന്ദിക്കാടിൻ്റെ ചിത്രത്തിലേക്ക് ആസിഫിനെ വിളിക്കുന്നു. കഥ തുടരുന്നു. സത്യനന്ദിക്കാടിൻ്റെ 50-ാം ചിത്രമായിരുന്നു അത്. ആ ചിത്രത്തിൽ ആസിഫിൻ്റെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു. ഋതു കണ്ടതോടെയാണ് ആസിഫിനെ സിബി മലയിൽ ശ്രദ്ധിക്കുന്നത്. തൻ്റെ അടുത്ത ചിത്രത്തിലേക്ക് ആ പയ്യൻ മതിയെന്ന് സിബി മലയിൽ തീരുമാനിച്ചു. സിബി അതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ചിത്രമായിരുന്നു അപൂർവ രാഗം. അതുകൊണ്ട് തന്നെ കഥ കേട്ടപ്പോൾ പുതിയ മുഖങ്ങൾ ആരെങ്കിലും മതിയെന്ന് ഉറപ്പിച്ചു. ആസിഫ് അലിയെ മലയാളി സിനിമാ പ്രേക്ഷകർ കാര്യമായി ശ്രദ്ധിച്ചു തുടങ്ങിയത് ഈ ചിത്രം മുതലാണ്. തുടർന്ന് ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിൽ അഭിനയിച്ചെങ്കിലും ആസിഫിൻ്റെതായ ഒരു ഹിറ്റ് അപ്പോഴും അകലെയായിരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 2011-ൽ മലയാള സിനിമയുടെ തലവര മാറ്റിയ രാജേഷ് പിള്ളയുടെ ട്രാഫിക് എന്ന ചിത്രം റിലീസാവുന്നു. ഈ സിനിമയാകട്ടെ ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. മലയാളത്തിലെ നവ സിനിമാ തരംഗത്തിന് തുടക്കമിട്ടത് ട്രാഫിക് ആണെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ആസിഫിൻ്റെ റോൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇത് നമ്മുടെ കഥ, വയലിൻ, സെവൻസ് എന്നീ ചിത്രങ്ങളും ആ വർഷം തന്നെ ആസിഫിൻ്റെതായി തിയേറ്ററിലെത്തി. എന്നാൽ ആഷിഖ് അബു സംവിധാനം ചെയ്ത സോൾട്ട് ആൻഡ് പെപ്പറിലെ മനു രാഘവ് എന്ന കഥാപാത്രം ആസിഫിനുണ്ടാക്കി കൊടുത്ത ഊർജ്ജവും പ്രശസ്തിയും ചില്ലറയല്ല. ഇന്നും ആ ചിത്രത്തിലെ ആ ട്രെയിൻ കോമഡി ട്രോളുകളിൽ നിറയുന്നുണ്ട്. കോമഡി വഴങ്ങുന്ന നടനായും ആസിഫ് അതിലൂടെ മാറുകയായിരുന്നു. പൃഥ്വിയുടെ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ അയാളെ മാസ് ഹീറോയാക്കിയ ചിത്രമായിരുന്നു AK സാജൻ്റെ സ്റ്റോപ്പ് വയലൻസ്. AK സാജൻ്റെ സംവിധാന അരങ്ങേറ്റമായിരുന്നു അത്. ആസിഫിൻ്റെ കരിയറിലും അങ്ങനെ ഒരു കഥയുമായി AK സാജൻ എത്തിയിരുന്നു. അസുരവിത്ത്. മാസ് ഹീറോ ആകാനും തനിക്ക് കഴിയുമെന്നുള്ള പറച്ചിലിനപ്പുറം ഒന്നും ആ ചിത്രത്തിലൂടെ ആസിഫിന് നൽകാനുണ്ടായിരുന്നില്ല. അസുരവിത്ത് വലിയ പരാജയമായി മാറി. ചിത്രത്തിലെ ആസിഫിൻ്റെ ഡയലോഗ് ഡെലിവറിയും കൃത്രിമമായിരുന്നു എന്ന ആക്ഷേപവും ഉയർന്നു. ഉന്നം എന്ന ചിത്രവും തിയേറ്ററിൽ തകർന്നതോടെ ആസിഫിൻ്റെ കരിയർ മങ്ങാൻ തുടങ്ങി. കൈപ്പിടിച്ചുയർത്താനോ സിനിമാ കുടുംബ പാരമ്പര്യമോ ഒന്നും അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ മൂല്യമുള്ള മറ്റൊന്നുണ്ടായിരുന്നു. സിനിമയോടുള്ള തീ ഉള്ളിലങ്ങനെ കത്തിച്ചിരുന്നു. അതിന് കഠിനാധ്വാനം ചെയ്യാൻ അവൻ ഒരുക്കമായിരുന്നു. സുഖി ചിത്രം ഓർഡിനറിയിലെ വില്ലൻ കഥാപാത്രം ആസിഫിന് ആ സമയത്ത് കിട്ടിയ ഭാഗ്യമായിരുന്നു. അതിലെ ഭദ്രൻ എന്ന കഥാപാത്രം ചിത്രം കണ്ടവരുടെ മനസ്സിൽ കയറിപ്പറ്റി. ഓർഡിനറി ഒരു വമ്പൻ ഹിറ്റായി മാറുക മാത്രമല്ല, ആസിഫിൻ്റെ കരിയറിലെ ഒരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് മറ്റു സിനിമകളിലേക്കുള്ള വാതിൽ തുറന്നിട്ടു. ആ വർഷം പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങൾക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് ലഭിച്ചു. ബാച്ചലർ പാർട്ടിയിലെ ടോണി എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ജവാൻ ഓഫ് വെള്ളിമല, 916, ഇഡിയറ്റ്സ്, ഐ ലവ് മീ, കൗബോയ് എല്ലാം ഒരുപോലെ നിരാശയാണ് സമ്മാനിച്ചത്. കിളിബോയ് എന്ന ചിത്രം ചെറിയൊരു ആശ്വാസം ആസിഫിന് നൽകിയതൊഴിച്ചാൽ പരാജയങ്ങളുടെ നീണ്ട നിര. അവിടെയാണ് ലാൽ ജൂനിയർ ആസിഫിന് രക്ഷകനായി എത്തുന്നത്. ഹണീബി. ഇത് ആസിഫിൻ്റെ കരിയറിലെ 2ാം സീസണായിരുന്നു. ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആസിഫ് മലയാള സിനിമയിൽ അപ്പോഴാണ് ഒന്ന് ഇരുപ്പുറപ്പിക്കുന്നത്. പിന്നെയും ഫ്ലോപ്പുകളുണ്ടായെങ്കിലും മോഹൻലാലിനൊപ്പം ഒരുമിച്ച റെഡ് വൈൻ, മോസയിലെ കുതിരമീനുകൾ, ഹായ് ഐ എം ടോണി, അപ്പോത്തിക്കിരി എന്നീ ചിത്രങ്ങളിലെ താരത്തിൻ്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെട്ടു. വിനയ് ഗോവിന്ദിനൊപ്പം ചേർന്ന് കോഹിനൂർ എന്ന ചിത്രം നിർമ്മിച്ച് നിർമ്മാണത്തിലും ആസിഫ് കൈവച്ചു. അങ്ങനെ പരാജയ ചിത്രങ്ങളും ഇടക്ക് വിജയ ചിത്രങ്ങളും ബോക്സ് ഓഫീസ് തകർക്കുന്ന ചിത്രങ്ങളിലെ കാമിയോ റോളുകളിലും ആസിഫ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ആസിഫിൻ്റെ കരിയറിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ സംവിധായകനാണ് ജിസ് ജോയ്. ആദ്യ ചിത്രം ബൈസിക്കിൾ തീവ്സ് വേണ്ടത്ര വിജയം നേടിയില്ലെങ്കിലും സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും, ഇന്നലെ വരെ, ഒടുവിലിറങ്ങിയ തലവൻ വരെയും ശ്രദ്ധിക്കപ്പെട്ടു. രാശിയുള്ള കൂട്ടുകെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ തന്നെ അടക്കം പറച്ചിലുണ്ടായി. അങ്ങനെ ആസിഫിൻ്റെ കരിയറിൽ മാറ്റമുണ്ടാക്കിയ മറ്റൊരു സംവിധായകൻ നിസാം ബഷീറാണ്. പരാജയങ്ങളുടെ ചുഴിയിൽപ്പെട്ട് ഉഴലുമ്പോഴാണ് കെട്ടിയോളാണ് എൻ്റെ മാലാക നൽകി ആസിഫിന് നിസാം ഒരു ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിക്കുന്നത്. ചിത്രത്തിൽ ആസിഫിൻ്റെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആസിഫിൻ്റെ കണ്ണിനെ മാത്രം അഭിനയിക്കാൻ ക്ഷണിച്ച് റോഷാക്കിലൂടെ നിസാം ബഷീർ മറ്റൊരു ഹിറ്റും സൃഷ്ടിച്ചു. മറ്റൊരു സംവിധായകൻ രോഹിത് VS ആണ്. ആസിഫിൻ്റെ കരിയർ ബെസ്റ്റ് പ്രകടനം സാധ്യമാക്കിയ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലീസ് എന്നീ ചിത്രങ്ങൾ നൽകിയത് രോഹിത്താണ്. ആസിഫിൻ്റെ കരിയറിലെ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമായ ടിക്കി ടാക്ക ഒരുക്കുന്നതും രോഹിത്താണ്. ബിടെക്കും കുറ്റവും ശിക്ഷയും കൊത്തും കാറ്റുമൊക്കെ ആസിഫിൻ്റെ വ്യത്യസ്ത നിറഞ്ഞ കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. എന്തുകൊണ്ട് ആസിഫ് എന്നതിന് ഒറ്റ മറുപടിയേയുള്ളൂ: അയാൾ നമ്മൾ ദിനേന കാണുന്നയാളുടെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് അത്തരം കഥാപാത്രങ്ങളിൽ ആസിഫ് സ്ക്രീനിലെത്തുമ്പോൾ പ്രേക്ഷകർ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നത്. അയൽ വീട്ടിലെ പയ്യൻ ഇമേജ് വെറുതെ പറയുന്നതല്ല, അയാളുടെ താരശരീരം തന്നെ അങ്ങനെയാണ്. എളുപ്പത്തിൽ ഇമോഷൻസിനെ മുഖത്ത് കൊണ്ടുവരാൻ കഴിയുന്ന നടനാണ് ആസിഫ്. സങ്കടവും നിസ്സഹായതയും അയാളുടെ മുഖത്ത് വായിച്ചെടുക്കാം. അതുകൊണ്ടാണ് സ്ലീവാച്ചൻ നെഞ്ചുപൊട്ടി കരയുന്ന സീനിൽ പ്രേക്ഷകർ കൂടെ കരഞ്ഞത്. മോളിവുഡിലെ യുവ നടന്മാരിൽ ഫഹദ് കഴിഞ്ഞാൽ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന മറ്റൊരു നടൻ കൂടിയാണ് ആസിഫ്. ആരോ പറഞ്ഞിട്ടുണ്ട്,
ആസിഫിൻ്റെ കഥാപാത്രത്തിന് അടികിട്ടുന്ന സീൻ വളരെ മനോഹരമായിരിക്കും. ശരിക്കും അടികിട്ടിയ ഫീൽ കാണുന്നവരിലേക്കും പകരും. കവിളത്തൊരു അടി കിട്ടിയാൽ അടികിട്ടിയെന്ന് സൂക്ഷ്മമായ നയനചലനങ്ങളാൽ പ്രേക്ഷകനെ ബോധ്യപ്പെടുത്താൻ ആസിഫിന് പ്രത്യേക കഴിവാണ്. അനുരാഗ കരിക്കിൻ വെള്ളത്തിലും ഉയരയിലും കണ്ണുകൾ കൊണ്ട് അയാൾ മായാജാലം തീർത്തതാണ്. തലവനിലുമുണ്ട് ഇത്. ബിജുമേനോന്റെ കഥാപാത്രത്തിൻ്റെ അരഗൻസിന് മുന്നിലുള്ള അയാളുടെ നിസ്സഹായതയും രോഷവും വളരെ കൃത്യമായി ആസിഫിൻ്റെ കണ്ണുകൾ കൺവേ ചെയ്യുന്നത് കാണാം. സിനിമ തുടരെ പരാജയപ്പെടുന്ന സമയങ്ങളിലെല്ലാം ആസിഫിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെ കുറിച്ചായിരുന്നു ആക്ഷേപം. എന്തുകൊണ്ടിങ്ങനെയെന്ന ചോദ്യത്തിന് പലവരും ആസിഫിന് മറുപടി പറയേണ്ടി വന്നിട്ടുണ്ട്. അതിലെ സത്യസന്ധതയാണ് ആസിഫിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലുണ്ടായ വ്യത്യാസമല്ലാതെ വ്യക്തിപരമായി കാര്യമായ മാറ്റങ്ങളൊന്നും ഇക്കാലയളവിൽ എനിക്കുണ്ടായിട്ടില്ലെന്ന് ഞാൻ തമാശക്ക് പറയാറുണ്ട്. സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ഒരു നല്ല സിനിമ സെലക്ട് ചെയ്യാനുള്ള സമവാക്യം ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ചെയ്യാനുള്ളത് വൃത്തിയായിട്ട് ചെയ്യുക. ഇതൊരു നല്ല സിനിമയാണെന്നോ 100 ദിവസം ഓടുമെന്നോ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു സിനിമയും തിരഞ്ഞെടുക്കാനാവില്ല. എൻ്റെ ഫിലിമോഗ്രാഫി എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം സിനിമകളും നിരാശയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ചില സിനിമകൾ ചെയ്യുന്നത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും അടുത്ത വീട്ടിലെ പയ്യൻ എന്ന ഇമേജ് ഉള്ളതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ ആളുകൾ തരുന്നത് പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതാണ് അയാൾക്ക് എപ്പോഴും പറയാനുള്ള മറുപടി. 15 വർഷത്തെ കരിയറിൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച യുവനായകൻ കൂടിയാണ് ആസിഫ്. അതിൽ തന്നെ ഏറെ പരാജയങ്ങൾ. ഇനിയൊരു തിരിച്ചുവരവ് ഇല്ലെന്ന് ആരാധകരും സിനിമാ പ്രേമികളും ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു ഹിറ്റുമായി അയാളുടെ ഒരു വരവുണ്ട്. എന്നിട്ട് നിഷ്കളങ്കമായ ഒരു ചിരിയുമുണ്ട്. അയാൾ സിനിമയോടുള്ള അടങ്ങാത്ത മോഹം കൊണ്ട് കയറി വന്നവനാണ്. ഇവിടെ തന്നെ ഉണ്ടാവും.